നമ്മൾ ചില മാതാപിതാക്കളൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്, ഞാൻ അല്ലെങ്കിൽ ഞങ്ങളുടെ മക്കളെ ഒരു ബുദ്ധിമുട്ടുകളും അറിയിക്കാതെയാണ് വളർത്തിയിട്ടുള്ളത് എന്ന്. ചിലരതൊരു ക്വാളിറ്റി ആയിട്ട് കാണാം. അപ്പോൾ അങ്ങനെ ഒരു ക്വാളിറ്റി ആയിട്ട് നമുക്കത് ഒരിക്കലും കാണാൻ സാധിക്കില്ല. ചെറുപ്പം തൊട്ട് തന്നെ എന്തൊരു പ്രശ്നമാണെങ്കിലും അത് മക്കളെ അറിയിച്ചുകൊണ്ട് വളർത്തുക, ആ ഒരു സിറ്റുവേഷനുമായിട്ട് അഡാപ്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അവരെ ജീവിക്കാൻ പ്രാപ്തരാക്കുക തന്നെ ചെയ്യണം. ചെറിയ ചെറിയ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമ്പോൾ ഭാവിയിൽ വലിയ വലിയ കാര്യങ്ങളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ള ഒരു പ്രാപ്തി നമുക്ക് ചെറുപ്പം തൊട്ട് തന്നെ ഉണ്ടായി വരണം. അതിനുള്ളൊരു ടീച്ചിങ് മെത്തേഡ് പേരൻസും, ഒരു പേരന്റിങ് മെത്തേഡ് പേരൻസും വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ ക്രൈം റേറ്റ് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ മൈൻഡ് പവർ എന്നത് വളരെ വലിയൊരു കാര്യമാണ്. ചുറ്റിലും പലതരത്തിലുള്ള ട്രാപ്പുകൾ ഉണ്ടായിരിക്കാം. അങ്ങോട്ടൊന്നും അട്രാക്റ്റഡ് ആവാതെ, അതിലൊന്നും ഇൻഫ്ലുവൻസ്ഡ് ആവാതെ നമ്മൾ നമ്മുടെ മൈൻഡ് പവറുമായിട്ട് നല്ല സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോവുക എന്നൊരു ഓപ്ഷൻ മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഡിപ്രഷൻ എന്ന രോഗാവസ്ഥയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അതിൻ്റെ സിംറ്റംസിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് മിക്ക ആളുകൾക്കും വളരെ കുറവാണ്. ആ സിംറ്റംസ് ഒക്കെ തിരിച്ചറിഞ്ഞ് വളരെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ, ആദ്യത്തെ സ്റ്റേജിൽ തന്നെ നമ്മളെല്ലാവരും അതിനുള്ളൊരു ട്രീറ്റ്മെൻറ്റ് തേടുക എന്നതാണ് എനിക്ക് ചെയ്യാനുള്ള കാര്യം.